Good morning, everyone. Assalamu alaikum. എന്നെ കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഓഡിയോ ഡേ സീരീസിന്റെ ഒരു ഫ്രീ സെഷനാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്യാത്ത രണ്ട് മൂന്ന് പേരൊക്കെ ഇപ്പൊ കറന്റ്ലി ഉണ്ട്. കുറച്ച് പേരും കൂടി ജോയിൻ ചെയ്യാനുണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ ഐ തിങ്ക് മിസ് ഔട്ട് ആവുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഓഡിയോ ഡേ സീരീസ് എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ്സ് ആക്ച്വലി എ വെരി ബിഗ് പ്രോഗ്രാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ രാവിലെ 10:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 10:30 ജോയിൻ ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ സൈലൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, അഫർമേഷൻ ചെയ്യുന്നു, വിഷ്വലൈസേഷൻ ചെയ്യുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, ഇതൊക്കെ നമ്മൾ ലൈവായിട്ട് ചെയ്യാം കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നു, എക്സസൈസ്, ഫിസിക്കൽ എക്സസൈസ് കൂടെ നമ്മൾ ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. വി ആർ ടെല്ലിങ് ഇറ്റ് ഈസ് ലൈക്ക് 10:30 to 11:30. ചില സമയത്ത് അത് 12 o'clock ആവാം. ഓക്കെ. അപ്പൊ ഡെയിലി 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ എങ്ങനെയും നമ്മൾ കൂടെ ഇരുന്നുകൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. സോ ദാറ്റ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ആസ് എ ഹാബിറ്റ്. ഓക്കെ. അപ്പൊ ഇത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോഴേ നമ്മളുടെ ബോഡിയും മൈൻഡും സോളും ഒക്കെ ഒന്ന് അലൈൻഡ് ആയിട്ട് നമ്മൾ എല്ലാവരും ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഫീമെയിൽസിന് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും സേഫ് ആണ്. അതുകൊണ്ട് എല്ലാവരും പറയൂ, നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ. ഈദൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? സുഖാണോ എല്ലാവർക്കും? ഈദ് കഴിഞ്ഞതിന് ശേഷം ഐ തിങ്ക് ദിസ് ഇസ് എ ഫസ്റ്റ് സെഷൻ. ഈദ് എങ്ങനെ ഉണ്ടായിരുന്നു? പറയൂ. സെറീന മാം എന്തോ പറയാൻ പോയല്ലോ, പറയൂ, കേൾക്കട്ടെ. ഒന്നും പറയാൻ പറ്റില്ല. ഈദൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഗുഡ്, ഗുഡ്. കുടുംബത്തിലെല്ലാം പോയി. ഓക്കെ, സൂപ്പർ ആയിട്ട് പോയി. ഗുഡ്. ഉം. വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നേരെ നമ്മൾ സെഷനിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ നല്ല രീതിയിൽ സൈലൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. സൈലൻസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഈ ഒരു നമ്മളിപ്പോ ജീവിക്കുന്ന എവിടെയാ? ഈ സോഷ്യൽ മീഡിയയിലെ യുഗത്തിലാണ് അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ നോയ്സിലാണ്, ഫുൾ ടൈം ഇങ്ങനെ എന്തെങ്കിലും കാണുന്നു, എന്തെങ്കിലും കേൾക്കുന്നു, എന്തെങ്കിലും പറയുന്നു. അപ്പൊ ഈ സൈലൻസ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആണ്. ഒന്ന് ജസ്റ്റ് പുറം ലോകവും അകൽ ലോകവും കംപ്ലീറ്റ് സൈലൻസിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സൈലൻസിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളുടെ ചിന്തകളെ കേൾക്കാൻ പറ്റുക, നമ്മളുടെ ഇമോഷൻസ് മനസ്സിലാവുക, നമ്മളുടെ ഡീപ്പർ ലെവലിനെ നമുക്ക് ഇതാണല്ലേ എനിക്കിഷ്ടം, ഇത് ചെയ്യാനല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുക നമ്മൾ ഒന്ന് സൈലൻസിൽ ഇരിക്കുമ്പോഴാണ്. സോ സൈലൻസ് ഇസ് ലൈക്ക് നമ്മള് വീടൊക്കെ നമ്മൾ തൂത്തുവാരി കളയൂലേ, അതേപോലെ ഒന്ന് സൈലൻസിൽ ഇരിക്കുമ്പോൾ ഒരുപാട് കച്ചറകൾ ഇങ്ങനെ കിടക്കുന്ന നമ്മളുടെ മൈൻഡില് ഒന്ന് ഡീ ഡീക്ലട്ടർ ചെയ്യുന്നത് പോലെ ആയിരിക്കും. ആ ക്ലട്ടറൊക്കെ ഇങ്ങനെ കച്ചറൊക്കെ എടുത്ത് ഇങ്ങനെ കളയുന്നത് പോലെ അങ്ങനെ അടക്കി വെക്കൂല നമ്മളിങ്ങനെ ചുരുട്ടിക്കുട്ടി വെച്ച കുറെ വസ്ത്രങ്ങൾ ഉണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ മടക്കി മടക്കി നല്ല നിലയിൽ വെക്കുന്നത് പോലെയും നമ്മളെ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഒന്ന് കുറയാനും സഹായിക്കും. അപ്പൊ ഒന്നുമില്ല, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോണേ? സൈലൻസ് പ്രാക്ടീസ് ആണ്. സൈലൻസിന് വേണ്ടി നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നത്തിങ്, ജസ്റ്റ് കാമായിട്ടിരിക്കുക. കാമായിട്ടിരിക്കുക, കണ്ണടച്ചിട്ട് ജസ്റ്റ് നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുക ഒരു 2 മിനിറ്റ് കേട്ടോ. ഓക്കെ. നമുക്ക് അതിനുശേഷം മെഡിറ്റേഷനിലേക്ക് പോവാം. എല്ലാവർക്കും മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ 2 മിനിറ്റ്
സൈലൻസിലിരിക്കുമ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ബ്രീത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺട്രോൾ കിട്ടും. ഓക്കെ, ജസ്റ്റ് സമാധാനമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ശ്വാസം വലിക്കുന്നത്, എങ്ങനെയാണ് ശ്വാസം വിടുന്നത്, ഇത് മാത്രം നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ മെഡിറ്റേഷനിലേക്ക് കടക്കാം. എല്ലാവരും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക കേട്ടോ. ആദ്യം നട്ടലൊക്കെ നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. വെൽക്കം ടു ഇന്നർ ചൈൽഡ് ഹീലിംഗ് മെഡിറ്റേഷൻ. കംഫർട്ടബിൾ ആയ ഒരിടം കണ്ടെത്തുക, സ്വസ്ഥമായിരിക്കുക, ബോഡി കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യുക. ഇനി മെല്ലെ കണ്ണുകൾ അടക്കുക. മൂക്കിലൂടെ സ്ലോ ആയിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. റിലീസ് ചെയ്യുക വായിലൂടെ. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ്, ബ്രീത്ത് ഔട്ട്. ഷോൾഡേഴ്സ് ഒക്കെ റിലാക്സ് ചെയ്യട്ടെ. നിങ്ങളുടെ കൈയൊക്കെ സോഫ്റ്റൻ ആവട്ടെ. യു ആർ സേഫ്. നിങ്ങളുടെ അവയർനെസ് നിങ്ങളുടെ കാലിലേക്ക് കൊണ്ടുവരാം. കാലിൻ്റെ അടിയിലുള്ള ആ ഭൂമി, ആ ടൈൽസോ ഗ്രാനൈറ്റോ എന്താണുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് ഫീൽ ചെയ്യാം. ആ സോളിഡ് ഫീൽ ചെയ്യാം. നൗ ഇമാജിൻ നിങ്ങളുടെ കാലിൻ്റെ അടിയിലൂടെ ഒരു വലിയ റൂട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. താഴോട്ട് ഫ്ലോറിന്റെ ഉള്ളിലൂടെ പോയി ഭൂമിയുടെ ഉള്ളിലൂടെ കടന്നു പോയി ഇറ്റ്സ് ഗോയിങ് ടു ദ കോർ ഓഫ് ദ പ്ലാനറ്റ്. ഇപ്പോൾ നിങ്ങൾ റൂട്ടഡ് ആണ്, നിങ്ങൾ ആങ്കേർഡ് ആണ്. ഒന്നിനും ഏതിനും നിങ്ങളെ ഇവിടുന്ന് ഷേക്ക് ചെയ്യാൻ പറ്റില്ല. Take a deep breath in and exhale. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എല്ലാ ടെൻഷനും പുറത്തേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ചെസ്റ്റിൽ നിന്നും സ്റ്റൊമക്കിൽ നിന്നും ചെവിയിൽ നിന്നും കണ്ണിൽ നിന്നും എവിടെയാണോ നിങ്ങൾക്ക് ടെൻഷൻ ഫീൽ ചെയ്യുന്നത് എല്ലാം റിലാക്സ് ആയിട്ടുണ്ട്. ബ്രീത്ത് ഇറ്റ് ഔട്ട്. ഇനി നിങ്ങളുടെ മനസ്സിന്റെ കണ്ണുകളോട് നിങ്ങളെ ഒന്ന് ഇമാജിൻ ചെയ്യൂ. നിങ്ങളൊരു ജെന്റിൽ പാത്തിലൂടെ നടക്കുകയാണ്. നല്ല വാം ഗോൾഡൻ ഉച്ച സമയമാണ്. ചുറ്റും ഒരു നല്ല മണമുണ്ട്. നോക്കിയപ്പോ ദേ നല്ല പച്ച പുല്ലുണ്ട് അവിടെ. നല്ലൊരു മണം, ഒരുപാട് പൂക്കളുടെ മണം. കുറച്ച് നേരത്തെ ഇവിടെ മഴ പെയ്തിട്ടുണ്ടോന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു മണ്ണിന്റെ മണം. ആ വെളിച്ചം ഭയങ്കര സോഫ്റ്റ് ആണ്. അവിടെ ഒട്ടാകെ ഒരു സൗണ്ടും ഇല്ല എക്സെപ്റ്റ് നിങ്ങൾ ആ സ്റ്റെപ്പ് എടുക്കുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നടന്ന് നടന്ന് നീങ്ങുകയാണ്. ഒരു ബ്യൂട്ടിഫുൾ സ്ഥലത്ത് നിങ്ങൾ എത്തുകയാണ്. ഒരു ഗാർഡൻ, നല്ല കോസി ആയിട്ടുള്ള ലുക്കുള്ള ഒരു നല്ലൊരു ഏരിയ. ദിസ് ഇസ് യുവർ പ്ലേസ്, സേഫ്, പ്രൈവറ്റ്. നിങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. നിങ്ങൾ നല്ല ഡീപ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്ത് സന്തോഷത്തോടെ അവിടെ ഇരുന്നു. അവിടെയുള്ള സൂര്യപ്രകാശം നിങ്ങളുടെ ശരീരത്ത് തട്ടിയപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഫീലിംഗ് തോന്നി. യു ബ്രീത്തിങ് ക്ലീൻ എയർ. ഭയങ്കര പീസ്ഫുൾനെസ് തോന്നുന്നുണ്ട്.
ഭയങ്കര സമാധാനം. നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കുമ്പോഴേക്കും ദേ ആരോ ഒരാള് നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. കുറെ നാളായിട്ട് ടച്ച് ഇല്ലാത്ത ആരോ ഒരാള്. നിങ്ങൾ നന്നായി നോക്കി. അപ്പോഴാ മനസ്സിലായത് അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ കുട്ടി പ്രായമാണ്. എത്ര പ്രായമുണ്ട് അതിന്? നിങ്ങളൊന്ന് അനലൈസ് ചെയ്തു. എന്താ എന്ത് വസ്ത്രം ഇട്ടിരിക്കുന്നേ? അതിന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ എന്താണ്? സാഡാണോ? നാണമാണോ? ക്യൂരിയസ് ആണോ? പ്ലേഫുൾ ആണോ? എന്തോ ആയിക്കോട്ടെ, ജഡ്ജ്മെന്റ് വേണ്ട. ആ കുട്ടി ഒരുപാട് കാര്യങ്ങൾ ക്യാരി ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. ടീച്ചേഴ്സ്, പാരൻസ്, റിലേറ്റീവ്സ്, ഒരുപാട് പേര് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സമയത്ത് കുറെ പേര് ചുറ്റുണ്ടായിട്ടും കുട്ടി ലോൺലിനെസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അവരെ ലേൺ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ചെറുതായിരിക്കാൻ വേണ്ടിയിട്ട്, ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൊത്തം ഒരു ഫിയർ അവരുടെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി മെല്ലെ ജെന്റ്ലി ഒന്ന് അതിന്റെ അടുത്തേക്ക് ഒന്ന് നടന്നേ. നിങ്ങളെക്കാളും ഹൈറ്റ് കുറവാണല്ലേ ആ കുട്ടിക്ക്? ഒന്ന് ലോവർ ചെയ്ത് നിങ്ങളെ തന്നെ ഒന്ന് കുനിഞ്ഞ്, എന്നിട്ട് മുട്ടിന്റെ മേലെ ഇരുന്നുകൊണ്ട് ആ കണ്ണിലേക്ക് ഒന്ന് നോക്കി. റിയലി സീ യു. നിങ്ങളുടെ രണ്ട് കൈകളും ഓപ്പൺ ചെയ്ത് ഹോൾഡ് ഹർ or hold him. Hold this child. Hold yourself. എനിക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കുട്ടിയോട് പറയാണ്, ഐം സോറി, ഇത്രയും നാള് കാണാൻ സമയം ഞാൻ എടുത്തതിൽ ഐം സോറി. നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും നിന്റെ ഫോൾട്ട് അല്ല. ഒരിക്കലും. യു ആർ നോട്ട് ഡിസേർവിംഗ് ടു ഫീൽ അൺലവ്ഡ്. യു ആർ നോട്ട് ഡിസേർവിംഗ് ടു ഫീൽ അൺസീൻ. കംപ്ലീറ്റ്ലി ഇനഫ് ആയിരുന്നു. യു ആർ ഓൾവേസ് ഇനഫ്. ഞാനുണ്ട് ഇവിടെ. ഇനി ഞാൻ എവിടെയും പോകില്ല കേട്ടോ. ഞാൻ കൂടെ ഉണ്ട്, നിന്റെ കൂടെ ഉണ്ട്. ഐ ലവ് യു. നിങ്ങൾ ആ കുട്ടിയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ ഇമാജിൻ ചെയ്യുക, ഒരു ഗോൾഡൻ ലൈറ്റ് ഗ്ലോ ചെയ്യാണ് നിങ്ങളുടെ നടുക്ക് നിന്ന്. ഗ്ലോ ചെയ്തത് ബ്രൈറ്റ് ആയി നിങ്ങളുടെ ഓരോ ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും അത് ബ്രൈറ്റ് ആയിട്ട് വരികയാണ്. ആ ലൈറ്റാണ് സ്നേഹം. ഇറ്റ് ഈസ് ഹീലിംഗ്. അത് മാത്രമാണ് ഒരു കുട്ടിക്ക് വേണ്ടത്. സ്നേഹം, കരുതൽ. ആ ലൈറ്റ് ഇങ്ങനെ വലുതായി വരുമ്പോ നിങ്ങൾ കാണുകയാണ് ആ പഴയ മുറിവുകളൊക്കെ ഉണങ്ങുകയാണ്. ഇറ്റ്സ് ഡിസോൾവിങ്. ഇറ്റ്സ് സോഫ്റ്റനിങ് ദ പ്ലേസസ്. എല്ലാ എംപ്റ്റി സ്പേസസും അത് ഫില്ല് ചെയ്യാണ് അതിന്റെ വെളിച്ചം കൊണ്ട്. ഓൾവേസ് റിമെമ്പർ, ഒറ്റയടിക്ക് എല്ലാം കൂടിയും ഹീൽ ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല. ഇതൊരു ജസ്റ്റ് ബിഗിനിങ് ആണ്. നിങ്ങൾ ഇനി നിങ്ങളുടെ ചൈൽഡിനെ കൂടെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവാണ്. നിങ്ങളുടെ ഇന്നർ ചൈൽഡിനോട് പറയാം, ഇനി ഞാൻ ഒരിക്കലും നിന്നെ വിടില്ല കേട്ടോ. ഞാൻ എല്ലാ സമയത്തും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. എനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. യു ആർ സേഫ് വിത്ത് മീ. യു ആർ സേഫ് വിത്ത് മീ. യു ആർ സേഫ് വിത്ത് മീ. ഞാൻ ഇമാജിൻ ചെയ്യാം നിങ്ങളുടെ ഇന്നർ ചൈൽഡ് നേരത്തെ ഉണ്ടായ ഭാവമല്ല കേട്ടോ. ഇപ്പൊ നന്നായി സ്മൈൽ ചെയ്യുന്നുണ്ട്. റിയൽ സ്മൈൽ. അത് കണ്ണിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ ബിലീവ് യു. ഇന്നർ ചൈൽഡ് നിന്നെ വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ജെന്റ്ലി സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യൂ ആ കുട്ടിയെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക്. നിങ്ങൾ രണ്ടുപേരും രണ്ടായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടവരൊന്നുമല്ല. നിങ്ങൾ ഒരു ഹോളാണ്. നിങ്ങൾ രണ്ടുപേരും ഒന്നാണ്. ടേക്ക് എ ലോങ് ഡീപ് ബ്രെത്ത് ഇൻ. ഹോൾഡ് ആൻഡ് എക്സേൽ. ഇനി ഒന്ന് ഫീൽ ചെയ്യാം നിങ്ങളുടെ ബോഡി, ദ സർഫസ് ബിനീത്ത് യു. നിങ്ങളുടെ ശ്വാസം ഒന്ന് നോട്ടീസ് ചെയ്യാം. നിങ്ങളുടെ ഫിംഗേഴ്സ് ഒക്കെ ഒന്ന് അനക്കുക. മൂക്കിലൂടെ നല്ല ഡീപ് ബ്രീത്ത് ഇൻ എടുക്കുക. വായിലൂടെ സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. ആൻഡ് വെൻ യു ആർ റെഡി, സ്ലോലി ഓപ്പൺ യുവർ ഐസ്. എപ്പോഴും ഈ കുട്ടിയെ കൂടെ കൊണ്ടുപോവുക. കൈൻഡായിട്ട് സംസാരിക്കുക. സ്നേഹം മൊത്തമായിട്ട് കാണിക്കുക.
നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയുടെ പാരന്റ് ആണ് നിങ്ങളിപ്പോ. താങ്ക് യു ഡിയേഴ്സ്. യെസ് മൈ ഡിയേഴ്സ്, എല്ലാവരും തിരിച്ചെത്തിയോ? തിരിച്ചെത്തിയവരൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ യെസ് ടൈപ്പ് ചെയ്തേ. യെസ്, തിരിച്ചെത്തി. ഓക്കെ, അപ്പോൾ നമ്മൾ സൈലൻസ് ചെയ്തിട്ടുണ്ട്, മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി മക്കളെ എല്ലാവരും ഒന്ന് ക്യാമറയിൽ വരൂ, എല്ലാവരും ഒന്ന് കാണട്ടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ. പറയൂ, ഈ നബീൽ ആരാണ്? പേര് പറഞ്ഞേ. നബീൽ എന്ന് കാണുന്ന ആളുടെ പേരൊന്ന് പറഞ്ഞേ. സ്വീറ്റ് ഹാർട്ട്, കേൾക്കുന്നില്ലേ? ആ എസ് എന്ന് എഴുതിയിട്ട് നബീൽ എന്ന് എഴുതിയത് ആരാണ്? വിവോ ആരാണ്? ഇതെന്താ ആരും ഒന്നും മിണ്ടാത്ത? എന്നോട് ദേഷ്യാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആരാന്ന് അറിയോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ ആരാന്ന് അറിയോ? എന്നെ അറിയോ? യെസ് ഓർ നോ? സൈലൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് എല്ലാവരും സൈലൻസിലേക്ക് പോയോ? ഹലോ, അടിപൊളി. ഇത് 10:45 സമയം. യൂഷ്വലി ഈ ഒരു ആരും സെഷൻ മിണ്ടണില്ലല്ലോ. ഈ ഒരു സെഷൻ നമ്മൾ യൂഷ്വലി 5 മണിക്കാ വെക്കാറ് കേട്ടോ. 5 മണി 5:30 വെക്കാറ്. ഈ 5:30 വെച്ചാൽ നാച്ചുറലി ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ആർക്കും ഇങ്ങനെ ഉത്തരം പറയാനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ 10:45 എന്താണ് ഇവിടെ ഉത്തരം ഇല്ലാത്തതെന്നാ ഞാൻ ആലോചിക്കുന്നത്. താല്പര്യം ഹലോ ലൈല മാമം, അനക്ക് ചെറിയൊരു പ്രശ്നം, അതുകൊണ്ടാ ഞാൻ ക്ലാസ്സിൽ കയറാത്തേനും. ഓ ഇന്നലെ കുറച്ചെല്ലാം ഞാൻ കേട്ടി നിങ്ങളെ രാത്രിയത്തെ ക്ലാസ്. ഓക്കെ ഓക്കെ. അത് പനി നാട്ടിൽ പോയി വന്നതിന് ശേഷം കാണിച്ച് മരുന്ന് കുടിക്കുന്നു. സുഖാവട്ടെ, നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. നോ ഇഷ്യൂസ്. ഓക്കെ, എല്ലാം പെട്ടെന്ന് സുഖാവും. ഓക്കെ. ആ, അപ്പൊ ഈ നബീൽ ആരാണ്? പറയൂ മുത്തേ, പേര് പറയൂ, സ്വന്തം പേര് പറയൂ. ലാമിയ ഇല്ല ലാമിയ മാം ഉണ്ടല്ലോ. എന്താ? ഷാഹിദ മാമും ഉണ്ട് കേട്ടോ. ആ, ഹലോ ഞാൻ നസീമ മാം, സുഖാണോ? സുഖം തന്നെ, അൽഹംദുലില്ലാ. ഷാഹിദ മാം കൊറേ ആയില്ല കാണാത്ത. ആ. അതെ അതെ, ഇന്ന് കാണാൻ വേണ്ടി വന്നതാ. അല്ല ഷാഹിദ മാം കണ്ടോ, എല്ലാവരും സൈലൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് കംപ്ലീറ്റ് സൈലൻസിലേക്ക് അങ്ങ് പോയി. ആരും മിണ്ടുന്നില്ല അല്ലെ? ആരും മിണ്ടുന്നില്ല. പക്ഷെ ഇതൊരു പൊട്ടിത്തെറിച്ചൊരു സെഷനാട്ടോ. എല്ലാവരും ഇങ്ങനെ ചലപല സംസാരിക്കുന്ന ഒരു സെഷനാണ്. ഒള്ളി ദാറ്റ് ഇൻ ദ ബിഗിനിങ് ഒന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സൈലൻസ് പ്രാക്ടീസ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അതന്നെ, സംസാരിക്കാത്ത ആരും. കണ്ടോ, നസീമ മാം ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലേ, നമ്മളിങ്ങനെ ചറപറ വർത്താനം പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇത്. അപ്പൊ ആഫ്റ്റർ മെഡിറ്റേഷൻ കംപ്ലീറ്റ് വൈബ് മാറ്റി. എല്ലാവരും ആരാണെന്നൊക്കെ ഒന്ന് പറയൂ കേട്ടോ. രസല്ലേ? ഒന്ന് എല്ലാവരുടെ പേരൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ. അതെന്താ ഇതാ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മൊബൈലില്ലാത്ത? എല്ലാവർക്കോ? അതാ പറയുന്നേ. ഞാൻ പുതിയതാവും അല്ലേ? ഒരു ബാക്കിയെല്ലാവരും 4 പേരല്ലേ? 4 പേര് അറിയാത്തവരാ. പറയൂലായിരിക്കും, നമ്മളോട് ദേഷ്യായിരിക്കും. ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് പ്രൈമിങ് എക്സസൈസിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ നമുക്ക് സന്തോഷല്ലേ, എന്തിനാ ദേഷ്യം? നമ്മക്ക് ഇത് ആകുന്ന സമയമാകുമ്പോ ഒരു സന്തോഷം, നമുക്ക് കേറണ്ടെന്നെല്ലാം വിചാരിച്ചിട്ട്. ഒരു അംഗൻവാടി പോകുന്ന രസാണല്ലേ? രസാ. ഒരു ഇത്ര ദിവസം ഇല്ലായിട്ട് പറയൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? എന്റെ പേര് ജാസ്മിൻ. ഞാൻ ഒരു മിനിറ്റ് ഇപ്പം വീഡിയോ മോഡിൽ വരാം കേട്ടോ. ഇവിടെ കാണുന്നുണ്ടോ? ഇതാണ് ഞാൻ വർക്കിന് പോകാനുള്ള ഇതിലെ തിരക്കായതിനെ കൊണ്ട് ഞാൻ ഇതിൽ ഇരുന്നതാണ്. അപ്പോ ഞാനിപ്പോ ഗൾഫിലാണോ? അല്ല, ദുബായിലല്ല, ഞാനിവിടെ നാട്ടിൽ തന്നെ, കക്കോടി. ഞാനിപ്പോ വരാം കേട്ടോ, വീഡിയോ മോഡിൽ ഇപ്പൊ വരേ. ഞാൻ വർക്കിന് പോകുന്നുണ്ട്. ജസ്റ്റ് പേര് പറഞ്ഞാലും മതി. കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.
ഈ വിഭു ആരാണ്? കാണാനും കേൾക്കാനൊക്കെ താല്പര്യമുണ്ട് കേട്ടോ. ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് വീഡിയോയിൽ വന്നാല് ഒരു രസമല്ലേ? കണ്ടോ, ഇപ്പൊ ജാസ്മിൻ മാം ആ വീഡിയോ മോഡിൽ വന്നപ്പോ ഒരു എനർജി കീപ്പ് ചെയ്തു. അതുകൊണ്ട് ചോദിക്കുന്നതാണ്. ക്രിസ്റ്റീന മാം എവിടെയാണ്? സുഖാണോ ക്രിസ്റ്റീന മാം? അവിടെ ഉണ്ട്, കേൾക്കുന്നുണ്ട്. എല്ലാരും അവിടെ ഉണ്ട്. ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, എന്നാൽ നമുക്ക് പ്രൈമിങ് എക്സസൈസ് കഴിയുമ്പോഴേക്കും മാക്സിമം എല്ലാവരും വീഡിയോ മോഡിലേക്ക് വരാൻ നോക്കൂ കേട്ടോ. പ്രൈമിങ് എക്സസൈസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ പറയാറില്ലേ, നമുക്കൊരു ഗോൾ ഉണ്ട്, ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ അത് ആദ്യം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അങ്ങോട്ട് ഏൽപ്പിക്കണം. അതിനുള്ള ഏറ്റവും വലിയ ടെക്നിക്ക് എന്താ നമ്മൾ പഠിച്ചത്? വിഷ്വലൈസേഷൻ ആണ് അല്ലേ? അപ്പോൾ വിഷ്വലൈസേഷൻ്റെ ഒരു പ്രാക്ടീസ് ആണ് പ്രൈമിങ് എക്സസൈസ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റൈറ്റ് ഹാൻഡ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, നട്ടല് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. റൈറ്റ് ഹാൻഡ് നെറ്റിയുടെ മേലെ വെക്കുക. ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിൽ വെക്കുക. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, കണ്ണടക്കുക. എല്ലാവരും ചെയ്യണേ. ആരെയും ഞാൻ കാണുന്നില്ല. ബ്ലാങ്ക് സ്ക്രീനോട് കുറെ ജെ സെഡും എന്നും എസ്സിനോടൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഐ ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. കാലൊക്കെ നിലത്ത് ഉറപ്പിച്ചിട്ട് കംഫർട്ടബിൾ ആയിട്ട്, ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്റ്റിഫൊന്നും വേണ്ട, കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. കണ്ണടക്കുക. ഓക്കെ, കണ്ണടച്ചിട്ട് നല്ല ഡീപ്പ് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കുള്ള ആ ഒരു ഗോള് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഒരു ലക്ഷ്യം മാത്രം കേട്ടോ. നമ്മൾ സ്ത്രീകളാണ്, നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അതൊന്നും കൊണ്ടുവരുന്നത് ഒറ്റ ഒരു ലക്ഷ്യം മാത്രം ക്ലിയർ ആയിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരാം. ശരീരത്തിന് അത് പറഞ്ഞു കൊടുക്കുക. എന്താണോ നിങ്ങളുടെ ലക്ഷ്യം അത് ശരീരത്തിന് പറഞ്ഞു കൊടുക്കുക. ഇനി ആ ലക്ഷ്യം നടന്നു കഴിഞ്ഞു എന്ന് വിഷ്വലൈസ് ചെയ്യുക. ആ ലക്ഷ്യം നടന്നിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഹാപ്പണിങ്. അപ്പോൾ നിങ്ങൾ അത് കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇത് നടന്നു കഴിഞ്ഞാലുള്ള നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കൂടെ ആരാ ഉള്ളത്, നിങ്ങളുടെ ഹാപ്പിനെസ്, കൂടെ ഉള്ളവരുടെ ഹാപ്പിനെസ്, പ്രൗഡ്നെസ് ഒക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ശരീരത്തിനോട് പറയാം, ദിസ് ഈസ് യുവർ ന്യൂ റിയാലിറ്റി, ദിസ് ഈസ് യുവർ ന്യൂ മീ, ദിസ് ഈസ് യുവർ ന്യൂ റിയാലിറ്റി, ദിസ് ഈസ് യുവർ ന്യൂ മീ. നോക്കിയേ, നിന്റെ ലക്ഷ്യമൊക്കെ പൂർത്തീകരിക്കുമ്പോൾ ദേ ഇങ്ങനെയാട്ടോ നിന്റെ ജീവിതം. നല്ല രസമാണ് അല്ലേ? നമുക്ക് ഈ ലക്ഷ്യം പൂർത്തീകരിക്കണം. കാരണം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ യു ആർ റിയലി ഫീലിംഗ് സോ ഗുഡ്. കംപ്ലീറ്റ് ഫീലിങ്ങും ബോഡിയിൽ ജനറേറ്റ് ചെയ്യാം. ഇനി കയ്യൊക്കെ അങ്ങനെ തന്നെ വെക്കുക. കണ്ണ് മാത്രം തുറന്ന് കൃഷ്ണമണി ലെഫ്റ്റും റൈറ്റും 15 പ്രാവശ്യം അനക്കുക. ഇനി എന്ത് ചെയ്യണം? കണ്ണടച്ചിട്ട് കൈകൾ റിലീസ് ചെയ്ത് നന്നായിട്ട് റബ്ബ് ചെയ്ത് മുഖത്ത് പതിച്ച് സ്വന്തത്തിനോട് ഡിക്ലെയർ ചെയ്യാം, യെസ്, ഈ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും, ഞാൻ ചെയ്തുകൊണ്ടുണ്ട്, എന്തായാലും ഈ ഗോള് ഞാൻ അച്ചീവ് ചെയ്തിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ദിസ് ഇസ് പ്രൈമിങ് എക്സസൈസ്. ഇത് ഇത്ര മാത്രമല്ല, നിങ്ങൾക്ക് ഇത് ഓരോ ഗോളിൻ്റെ മേലെയും ചെയ്യാം. മാക്സിമം ടൈം എടുത്ത് ചെയ്യാം. ആ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഓരോ കാര്യങ്ങളും കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ആ ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ബോഡിയിൽ നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. ഓ ഇറ്റ്സ് ഹാപ്പണിങ്, ഓ ഇറ്റ്സ് ഹാപ്പണിങ് എന്നുള്ളതിൽ നമ്മളിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് ചെയ്യാം. അത്രയും പവർഫുൾ ആണ് പ്രൈമിങ് എക്സസൈസ്. ഭയങ്കര പവർഫുൾ ആണ്. എല്ലാവരും ഇത് എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് പ്രൈമിങ് എക്സസൈസ്. ഇനി നമുക്കുള്ളതാണ്, പുതിയ ആൾക്കാരുടെ കയ്യിൽ ചിലപ്പോൾ ബുക്കും പെന്നും പേപ്പറൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ബുക്കൊക്കെ വേണം നമുക്ക്. ബിക്കോസ് ഇതേപോലെ ഒരു ജേർണലൊക്കെ വാങ്ങി വെക്കുക. ഇതിലാണ് നമ്മൾ ഡെയിലി എഴുതാൻ പോകുന്നത്. ഓക്കെ,
ഇതിൽ നമ്മൾ എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഷീറ്റിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആദ്യം നമ്മൾ എഴുതുക ഇന്നത്തെ ഡേറ്റ് ആണ്. ഓക്കെ, എന്തിനാണ് നമ്മൾ ഇന്നത്തെ ഡേറ്റ് ഒക്കെ എഴുതുന്നതെന്ന് വെച്ചാൽ പൊതുവേ നമ്മൾ സ്ത്രീകൾ ഈ ഡേറ്റ് പോകുന്നതൊന്നും ആലോചിക്കാറില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണോ, ഇന്ന് ശനിയാഴ്ചയാണോ, അല്ല തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു, ഞായറാഴ്ചയല്ലേ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പോവാറ്. പക്ഷെ ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്ത്രീകൾക്കും ഇന്നത്തെ ഡേറ്റും ഇന്നത്തെ ദിവസവും അറിയാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ വലിയ അക്ഷരത്തിൽ ഇന്നത്തെ ഡേറ്റ് എഴുതുന്നു. ഇന്ന് ജൂൺ 2, ഇന്ന് ട്യൂസ്ഡേ ആണ്, അതും കൂടി എഴുതി വെച്ചു. അതിനുശേഷം ഫസ്റ്റ് സെഷൻ ഞാൻ പറഞ്ഞു ഒരു പേപ്പറിൽ നമ്മൾ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന്. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് അഫർമേഷൻ ആണ്. എന്താണ്? അഫർമേഷൻ ആണ്. അഫർമേഷൻ എന്ന് പറയുന്നത് നമ്മളോട് തന്നെ പറയുന്ന പോസിറ്റീവായിട്ടുള്ള വാക്കുകളാണ്. നമ്മളോട് നെഗറ്റീവായ വാക്കുകൾ പറയാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ മനുഷ്യന്മാരുണ്ട് ഈ ദുനിയാവിൽ. അപ്പം നമ്മളും നമ്മളോട് ഇങ്ങനെ നെഗറ്റീവ് പറയേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പം നമ്മളോട് കുറേ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയാം. എന്തിനാണ്? ഡെയിലി നമ്മൾ പവർ ഓഫ് സെൽഫ് ടോക്ക് ഒക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഡെയിലി നമ്മളോട് പറയുന്ന വാക്കുകൾ എല്ലാ ദിവസവും കേട്ടോണ്ടിരിക്കുമ്പോഴേ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ഇവളെല്ലാ ദിവസവും ഇത് പറയുന്നുണ്ടല്ലോ, അപ്പം അതിലെന്തോ കാര്യമുണ്ട്, ആ ഒരു ഫീലിംഗ് അങ്ങോട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം അതിന് വേണ്ടിയിട്ട് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അഫർമേഷൻസ് റൈറ്റിംഗ്. അപ്പം ഇന്നത്തെ അഫർമേഷൻസ് എഴുതിയാലോ? ബുക്കും പെന്നും പേപ്പറൊക്കെ എടുത്തോളൂ. ഇന്നത്തെ അഫർമേഷൻ, ഓരോ അഫർമേഷനും നിങ്ങൾ 11 പ്രാവശ്യം എഴുതാനുണ്ട്. ഇന്നത്തെ അഫർമേഷൻ: ഐ ഹാവ് എ ഹെൽത്തി relationship with money. I have a healthy relationship with money. I have a healthy relationship with money. മലയാളത്തിൽ എനിക്ക് പണവുമായി ആരോഗ്യപരമായ ഒരു ബന്ധമുണ്ട്. എനിക്ക് പണവുമായി ആരോഗ്യപരമായ ഒരു ബന്ധമുണ്ട്. നമ്മൾ എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ചാൽ പൊതുവേ നമ്മൾ പൈസനെ കുറിച്ച് ചിന്തിക്കുമ്പം പൈസക്കാരൊക്കെ നമ്മളെ സിനിമയിൽ ആരാ? വില്ലന്മാരാണ് അല്ലേ? വില്ലന്മാരെല്ലാം പൈസക്കാരായിരിക്കും. പൈസ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം അങ്ങോട്ട് മാറും. നമ്മൾ കുറെ വില്ലനസ് ആവും. എല്ലാവരെയും നമുക്ക് പുച്ഛമാണ് കാണുമ്പോഴൊക്കെ. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഈ പൈസ മെയ്ഡ് ദാറ്റ് പേഴ്സൺ ലൈക്ക് ദാറ്റ്, പൈസ ഉണ്ടായതുകൊണ്ട് ആൾ അങ്ങനെ ആയിപ്പോയത്. അപ്പൊ പൈസയുടെ മേലെ നമുക്ക് ഒരു വേറൊരു ചിന്തയാണ്. അനദർ തിങ് ഈസ്, നമ്മൾ ചെറുപ്പത്തിലേ കേട്ടതാ പൈസ എന്താ മരത്തിൽ കഴിക്കുന്നതാണോ? അപ്പൊ നമ്മൾ പൈസ ഇത്രയും വലിയൊരു സംഭവമാണല്ലേ, ഇങ്ങനെ ചിന്തിക്കണ്ടല്ലേ എന്നുള്ളൊരു ചിന്ത നമുക്ക് പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു അഫർമേഷൻ വളരെ നല്ലതാണ്. എല്ലാവരും ഇത് 11 പ്രാവശ്യം എഴുതാട്ടോ. ലൈവായിട്ട് തന്നെ എഴുതാ. ഐ ഹാവ് എ ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് മണി. എന്താണ്? എനിക്ക് പണവുമായി ആരോഗ്യപരമായ ഒരു ബന്ധമുണ്ട്. I have a healthy relationship with money. I have a healthy relationship with money. I have a healthy relationship with money. എനിക്ക് പണവുമായി ആരോഗ്യപരമായ ഒരു ബന്ധമുണ്ട്. I have a healthy relationship with money. എല്ലാവരും എഴുതണേ. എഴുതുന്നുണ്ടെന്ന് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. വേറെ വഴിയില്ലല്ലോ. I have a healthy relationship with money. എന്താ ഒന്ന് പറയോ, ഒന്ന് എഴുതേനോ? എഴുതാൻ മലയാളത്തിൽ എഴുതിക്കോളുമ. എനിക്ക് പണവുമായി ആരോഗ്യപരമായ ഒരു ബന്ധമാണ്. എനിക്ക് പണവുമായി ആരോഗ്യപരമായ ഒരു ബന്ധമാണ്. എനിക്ക് പണവുമായി ആരോഗ്യപരമായ ഒരു ബന്ധമാണ്. I have a healthy relationship with money. യെസ് മൈ ഡിയർ ഓപ്പോ, ഓപ്പോ അല്ലല്ലോ, വിവോ ആണല്ലേ. വിവോ 18 ഒന്ന് പേര് പറയോ? കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. ആരാന്ന് പറയോ?
പേരില്ലാത്ത ആൾക്കാരെ നമ്മൾ എങ്ങനെയാണ് ഫ്രീ സെഷനിൽ കയറ്റുക? പറയൂ മുത്തേ. ലാമിയ ഡിയർ, ഇന്നത്തെ അഫർമേഷൻസ് ഓക്കെ ഒന്ന് ലൗഡ് ആയിട്ടൊന്ന് പറയോ? അയ്യോ ഫീലിങ്ങോട് കൂടിയിട്ടൊന്ന് പറയോ? കേൾക്കട്ടെ. പോയോ? പോയിട്ടില്ല പറയൂ. ഐ ഹാവ് എ ഞാൻ ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് മണി. ഐ ഇല്ലെങ്കിൽ ഹാവ് എ ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് മണി. ഞാൻ എൻ്റെ ഇത് പറഞ്ഞാൽ മതിയോ? എനിക്ക് ഞാൻ മലയാളത്തിൽ കുഴപ്പമില്ല, ഏതായാലും മതി. ഐ ഹാവ് എ ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് മണി. എനിക്ക് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു. അങ്ങനൊക്കെ ഗുഡ് പറഞ്ഞാൽ ഗുഡ്. മതി. ഓക്കെ. ഇന്നത്തെ ദിവസം എനിക്ക് ആരോഗ്യകരമായി തന്ന എൻ്റെ ദൈവത്തോട് പഠിച്ച റബ്ബിനോട് ഞാൻ ഓ, ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും അല്ലേ ഇത്? ഗുഡ് 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 സത്യം. ഗുഡ്. അപ്പൊ എല്ലാവരും അഫർമേഷൻസ് എഴുതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അഫർമേഷൻസ് എഴുതുമ്പോൾ നിങ്ങളത് ഇമ്പോസിഷൻ ആയിട്ട് എഴുതരുത്. എഴുതുമ്പോൾ ആ ഫീലിങ്ങോട് കൂടി. ഇപ്പം ഐ ഹാവ് എ ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് മണി എന്ന് പറയുമ്പോൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ കാണാം, ശരിയാണ്. അതായത് എൻ്റെ കയ്യിലേക്ക് പൈസ വരുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അതേപോലെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ ആർക്കെങ്കിലും കൊടുക്കുമ്പോഴും എനിക്ക് സന്തോഷമുണ്ട്. പൊതുവേ നമുക്ക് പൈസ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ നമ്മൾ തന്നെ വാങ്ങിയ സാധനത്തിന് ബില്ല് കൊടുക്കുമ്പോൾ ഇത്രയും വലിയ ബില്ല, നമുക്കൊരു വിഷമാണ്. ഇത്ര വലിയ ബില്ലിന്റെ സാധനം വാങ്ങാനുള്ള കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടെന്നുള്ള ചിന്തയോ അതിന് നന്ദി പറയുകയല്ല. എൻ്റെ കയ്യിലെ പൈസ പോയേ എന്നും പറഞ്ഞ് സങ്കടപ്പെടല്ല വേണ്ടത്. സോ പൈസ വരുമ്പോഴും പൈസ പോകുമ്പോഴും ബി ഹാപ്പി. പൈസ പോകുമ്പോൾ, അതായത് നമ്മൾ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് പൈസ അടക്കുമ്പോൾ ആ പൈസയോട് പറയാം ഓക്കെ ഇപ്പൊ ആരും ഇങ്ങനെ എണ്ണുന്നില്ല അല്ലെ, എല്ലാവരും ഇങ്ങനെ ഡിജിറ്റൽ ആണല്ലോ. അപ്പൊ ഇത് ഡിജിറ്റലി ആ പ്രസ് ചെയ്യുമ്പോൾ ഓക്കെ മണി സംസാരിക്കാം കേട്ടോ. നമുക്ക് നമ്മളെ മണിയോട്, മണി എനർജിയാണ്. ഓക്കെ മണി, ഞാൻ നിന്നെ ഈ ഒരു ബില്ല് അടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. നീ പോയി നിന്റെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് തിരിച്ചു വരണേ എന്നും പറഞ്ഞിട്ട് ടാറ്റ പറഞ്ഞിട്ട് പറഞ്ഞേക്കാം. അപ്പൊ എന്തായി? ഇയാള് പോയിട്ട് ഇയാളുടെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വരും. നല്ല രസമല്ലേ? നമ്മളിപ്പോ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇട്ട് കൊടുത്താലേ ഒരു കാക്കയല്ല അത് കഴിക്കുക. ആ കാക്ക എത്രയോ കാക്കകളെ വിളിച്ചു കൂട്ടിയിട്ടാണ് ആ ഭക്ഷണം കഴിക്കാറ്, റൈറ്റ്? അതേപോലെ നമ്മൾ ഈ പൈസ 1 രൂപ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ആ 1 രൂപയോട് പറയാം, നീ പോയിട്ടേ നിന്റെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് തിരിച്ചു വരണേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പറഞ്ഞേക്കാം. കാരണം ഈ പൈസ എന്ന് പറയുന്നത് നമ്മളുടേതല്ല, അത് നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു ഗസ്റ്റാണ്. മനസ്സിലായോ? അപ്പൊ ഒരു ഗസ്റ്റ് വരുമ്പോ നമ്മളിങ്ങനെ വരൂ വരൂ വരൂ. ഗസ്റ്റ് പോകുമ്പോ ഇങ്ങനെയാണോ ചെയ്യാ? അല്ല, ഗസ്റ്റ് പോകുമ്പോഴും ഓക്കെ ടാറ്റ വീണ്ടും വരണേ എന്ന് പറയൂലേ? അതേപോലെ നമ്മൾ പൈസയോടും പോകുന്ന സമയത്ത് ടാറ്റാ വീണ്ടും വരണേ, ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് വരണേ, കുടുംബത്തിനെ കൂട്ടിയിട്ട് വരണേ എന്നൊക്കെ നമ്മൾ പറയൂലേ? അതേപോലെ ഇതിനോട് വീണ്ടും വരാനും പറയാം. അപ്പോഴാണ് നമ്മളെ ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് മണി വരുന്നത്. ഓക്കെ, അപ്പൊ അഫർമേഷൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ എഴുതുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലാണ്. അടുത്ത സെക്ഷനിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലാണ് എഴുതുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ നമ്മൾ പൊതുവേ ഒരു 5 സെന്റൻസ് എങ്കിലും, കാരണം ഡെയിലി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ ഒരുപാടുണ്ട് അല്ലേ, തീരൂല. നമുക്ക് വേണമെങ്കിൽ ഫുള്ള് ദിവസം ഇരുന്നിട്ട് എഴുതാം. പക്ഷെ നമ്മൾ ഡെയിലി ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു 5 എണ്ണം. ഓക്കെ, ആദ്യത്തെ നമ്മൾക്ക് നമ്മളുടെ ക്രിയേറ്ററോട്, ദൈവത്തിനോട്, പടച്ചോനോട് നമുക്ക് നന്ദി പറയാം. എന്തിന് എന്ന് കൂടി എഴുതാം, റീസണും കൂടി എഴുതാം. ഇന്ന് എനിക്ക് പടച്ചോനോട് നന്ദി പറയാൻ തോന്നുന്നത് എന്ത് സ്പെസിഫിക് കാര്യത്തിനാണ്. കാരണം ഒരുപാട് കാര്യം നമുക്ക് നന്ദി പറയാനുണ്ട്. അപ്പൊ ഇന്ന് എനിക്ക് എന്തായിരിക്കും, ഇന്ന് ഇവിടെ ഈ ഒരു സെഷനിൽ കുറെ പുതിയ മെമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് നന്ദി പറയാം. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് അതായിരിക്കും തോന്നുന്നത്. ഇന്ന് ക്രിയേറ്ററോട് ഞാൻ നന്ദി പറഞ്ഞു. രണ്ടാമത് ഒരു മനുഷ്യനോട് നമ്മൾ നന്ദി പറയുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യനോട് നമുക്ക് പ്രത്യേകിച്ച് നന്ദി തോന്നുന്നുണ്ടാവും. ഇനി മനുഷ്യനല്ലാത്ത മൃഗങ്ങളോ പക്ഷികളോ ചെടികളോ മരങ്ങളോടും നന്ദി പറയാം. അതിനെക്കുറിച്ചിട്ട് എഴുതാം. നാലാമത് ജീവനില്ലാത്ത വസ്തുവിനോട് നമ്മൾ നന്ദി പറയുന്നു. ജീവനില്ലാത്ത വസ്തു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സൂമിനോട് നന്ദി പറയാം, നമ്മളെ മൊബൈലിനോട് നന്ദി പറയാം, നമ്മളെ പെന്നിനോട് നന്ദി പറയാം, നമ്മളുടെ വീടിനോട് നന്ദി പറയാം, നമ്മളുടെ പ്ലേറ്റിനോട് നന്ദി പറയാം, ഗ്ലാസ്സിനോട്, നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ നമുക്ക് നന്ദി പറയാം ജീവനില്ലാത്ത വസ്തുവിനോട്.
ലാസ്റ്റ് 5-മത്തത്, നമുക്ക് ഇന്നില്ല പക്ഷെ നാളെ നമുക്ക് വേണം എന്ന് വിചാരിക്കുന്ന വസ്തുവിന് ഇന്നേ നമുക്ക് നന്ദി പറയാം. അതായത് സപ്പോസ് നമുക്കൊരു വണ്ടി വേണം, പക്ഷെ ആ വണ്ടി ഇന്നില്ല, ആ കാർ ഇന്നില്ല. ആ കാറിന് ഇന്നേ ഈ ഒരു കാറ് എനിക്ക് തന്നതിന് ഞാൻ നന്ദിയുള്ളവളാണ്. ഈ ഒരു കാർ എനിക്കുള്ളതിന്, അല്ലെങ്കിൽ ഈ ഒരു കാറിനോട് ഞാൻ നന്ദിയുള്ളവളാണ്. അതായത് ഇന്നില്ല പക്ഷെ നാളെ ഉള്ള ആ വസ്തുവിന് ഇന്നേ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ 5 സെന്റൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാം. എത്രയും പെട്ടെന്ന് എഴുതാം, ബിക്കോസ് വി ഹാവ് നോ ടൈം. ഓക്കെ, എത്രയും പെട്ടെന്ന് എഴുതാം. ഇങ്ങനെ ജേർണൽസ് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പം ഉണ്ടാവുള്ളൂ. നമ്മൾ വിചാരിക്കും നോട്ട്ബുക്ക് മതി എന്ന്. നോട്ട്ബുക്ക് മതി, കുഴപ്പമില്ല. പക്ഷെ ജേർണൽസ് ഉണ്ടാവുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ഫീലിംഗ് ആണ് അത് എഴുതാൻ വേണ്ടിയിട്ട്. സോ സി, ഇപ്പൊ ഞാൻ വാങ്ങിയ ഒരു സംഭവമാണ് വീക്ക്ലി പ്ലാനർ. കാണുന്നുണ്ടോ? യെസ്, ഇത് വീക്ക്ലി പ്ലാനർ എന്ന് പറയും. ഈ ഒരു പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സി, ഉള്ളില് കാണൂലേ? കാണുന്നുണ്ടോ? ക്ലിയർ ഇല്ല, കുറച്ച് ക്ലിയർ ഇല്ല. കാണുന്നില്ല. ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഇങ്ങനെയാട്ടോ. ഇതില് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, ക്ലിയർ സൺഡേ. ഇല്ല. ഇത് കയ്യും മാത്രമേ കാണുന്നുള്ളൂ. അത് ബാക്ക്ഗ്രൗണ്ട് മറഞ്ഞു പോകും. ഇപ്പൊ കാണുന്നില്ലേ? ഇതാ ഇങ്ങനെയുള്ളത്. ഈ ഒരു പുസ്തകം ആക്ച്വലി ഇങ്ങനെയുള്ളത് കേട്ടോ. ഇങ്ങനെ തുറക്കാം. ഇതില് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ എന്ന് പറഞ്ഞിട്ട് ദേ ഇങ്ങനെ ഓരോ കള്ളികളാണ്. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ദിസ് ഇസ് എ ടു ഡു ലിസ്റ്റ് പോലെയാണ്. നമുക്ക് നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുന്ന ഒരു പുസ്തകം. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എന്താണെന്നറിയോ, നമ്മൾ അറിയാതെ അത് അങ്ങോട്ട് ചെയ്തു പോകുന്നേ. നമ്മൾ പോലും അറിയാതെ അങ്ങ് ചെയ്തു പോകും. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഭയങ്കര സംഭവമാണ്. അപ്പൊ ഇങ്ങനത്തെ ജേർണൽസ് ഒക്കെ നിങ്ങൾ നോക്കുക, കിട്ടും, നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അറിയാതെ, അതായത് ഇപ്പൊ നമ്മൾ പറയൂലേ, ഇപ്പൊ എക്സസൈസ് ചെയ്യാൻ മടിയുള്ളവർക്ക് രാത്രി തന്നെ നിങ്ങളുടെ യോഗ മാറ്റ്, പിന്നെ ഡ്രസ്സ്, ഷൂസ് ഒക്കെ എടുത്ത് മുമ്പിൽ വെക്കൂ. അപ്പൊ രാവിലെ എണീക്കുമ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു എനർജി വരുമെന്ന്. അതേപോലെയാണ് ഇങ്ങനത്തെ ബുക്സ്. ഇൻസ്റ്റെഡ് ഓഫ് നോട്ട് ബുക്സ് ഇങ്ങനത്തെ ജേർണൽസ് വാങ്ങി വെക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. ഭയങ്കര രസമുള്ള ബുക്കാട്ടോ. അങ്ങനത്തെ ബുക്സ് ഒക്കെ വാങ്ങി വെക്കുക, അതിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. സോ ദിസ് ഇസ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതി. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഭവം ടു ഡു ലിസ്റ്റ് ആണ്. ഇതേപോലത്തെ ജേർണലോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തം മറ്റേ ബുക്കിലാണെങ്കിലും അതിൽ 4-മത്തെ ഭാഗമാണ് ടു ഡു ലിസ്റ്റ്. നാളെ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങൾ അതിൽ എഴുതി വെക്കുക. അതേപോലെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ എന്താണ് ഫോർഗീവ്നെസ് ജേർണൽ. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഷുവർ ആക്കുക, യെസ്, ഞാൻ എല്ലാവർക്കും പുറത്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം നിങ്ങൾ ചെയ്തിട്ടോ ഉണ്ടോ ഇല്ലയോ എന്ന്. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ്, ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് മനസ്സിന് സമാധാനത്തോടെ തന്നെ രാത്രി കിടന്നുറങ്ങാം. അത് എഴുതി വെക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എഴുതുമ്പോൾ അത് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മളുടെ റീഡിങ് സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഡെയിലി വായിക്കുന്നത് റോബിൻ ശർമ്മയുടെ ഡെയിലി ഇൻസ്പിറേഷൻസ് പറഞ്ഞ ബുക്കാണ്. അപ്പൊ ഇന്ന് റോബിൻ ശർമ്മക്ക് എന്താ പറയാനുള്ളത് നോക്കാം. കാണുന്നുണ്ടോ സ്ക്രീന്? കാണുന്നുണ്ട്. നെറ്റ് ഇതായി പോയി തോന്നുന്നു. ലോഡിങ് ഇപ്പം കാണുന്നില്ല. കാണുന്നില്ലേ? ഓക്കെ. ഓക്കെ, കാണുന്നു. അപ്പൊ ഇന്ന് ജൂൺ 2 അപ്പൊ എന്താണ് ജൂണ് ഇവിടെ പോയി? ജൂൺ 3 എന്നാണ് കാണിക്കുന്നത്. 2 അവിടെ പോയി. ഓക്കെ, ജൂൺ 2 കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ജൂൺ 2 നമ്മൾ റോബിൻ ശർമ്മ പറയുന്നത് എന്താന്ന് വെച്ചാല്, മോസ്റ്റ് പീപ്പിൾ സ്പെൻഡ് മോർ ടൈം പ്ലാനിങ് ദിയർ സമ്മർ വെക്കേഷൻ ദാൻ ദേ ഡു പ്ലാനിങ് ദിയർ ലൈഫ്സ്. ബി thoughtful about your life. Ask yourself, how am I meant to live?
Question what you are meant to do. What things you will no longer tolerate in your life, and what standards of excellence you will hold yourself to. അതായത് റോബിൻ ശർമ്മ പറയുന്നത് മനുഷ്യന്മാർ, മോസ്റ്റ് പീപ്പിൾ, ഓക്കെ, കൂടുതൽ മനുഷ്യന്മാരും അവരുടെ വെക്കേഷൻ, ട്രിപ്പ്, ടൂറൊക്കെ പ്ലാൻ ചെയ്യാൻ ഒരുപാട് സമയം എടുത്തിട്ട്, രാവിലെ അവിടെ പോവും, രണ്ടാമത് ഇത് ചെയ്യും, ഇത് ചെയ്യാൻ പാടില്ല, ഇവിടെ പോകണം, ഇവിടെ പോവാതിരിക്കണം, അങ്ങനത്തെ ഒക്കെ പ്ലാൻ ചെയ്യും. പക്ഷെ സ്വന്തം ജീവിതത്തെ കുറിച്ചിട്ട് ഒരിക്കലും പ്ലാൻ ചെയ്യൂല. അപ്പൊ റോബിൻ ശർമ്മ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കൂ. നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടത് നിങ്ങളുടെ ജീവിതത്തില്? നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ലൈഫ് വേണ്ടത്? നിങ്ങൾ എന്താണ് ഇനി ഇത് ഞാൻ സഹിക്കൂല എന്നൊക്കെ പറയില്ല, ഇത് ഞാൻ ടോളറേറ്റ് ചെയ്യൂല, അതെന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത്? ഇതൊക്കെ ഒന്ന് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. വെറും ട്രിപ്പിനെ കുറിച്ച് മാത്രം ചിന്തിക്കല്ലേ. നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും നിങ്ങൾ അതിനു വേണ്ടി മാത്രം എടുക്കരുത്, നിങ്ങളുടെ ജീവിതം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും എടുക്കണം എന്നാണ് റോബിൻ ശർമ്മ ഇന്ന് നമ്മളോട് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. എപ്പോഴെങ്കിലും സമയം എടുത്തിട്ടുണ്ടോ സ്വന്തം ജീവിതത്തിനെ കുറിച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്? ഇല്ലേ? എല്ലാരും എന്താ ചിരിക്കുന്നത്? ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മളുടെ ബ്രീത്തിങ് എക്സസൈസിലേക്ക് പോവാം. ഓക്കെ, ആരും വീഡിയോയിലേക്ക് വരുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, വീഡിയോയിൽ വരാത്ത ആളെ നമുക്ക് ലെഫ്റ്റ് അടിപ്പിച്ചാലോ? അപ്പൊ എല്ലാരും ഒന്ന് ലെഫ്റ്റ് അടിക്കേണ്ടി വരും അല്ലേ? ജാസ്മി മാം തന്നെ അറിയാം, ജാസ്മി മാം ഇസ് ട്രാവലിംഗ്, നോ ഇഷ്യൂസ്. ബാക്കി ഓക്കെ, നമുക്ക് നമ്മളെ ബ്രീത്തിങ്ങിലേക്ക് ബ്രീത്തിങ്ങിലേക്ക് പോവാം. ഓക്കെ, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നോളൂ. ബ്രീത്തിങ് എക്സസൈസ് വെക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഭസ്ത്രികയാണ്. ഭസ്ത്രിക ബ്രീത്തിങ്ങിന്റെ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം, നമുക്ക് ഒന്നിച്ച് ചെയ്യാം കേട്ടോ. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയണേ. കാണുന്നില്ലല്ലോ, വരുന്നതേ ഉള്ളൂ. ഓക്കെ, Let's amplify നെറ്റ്വർക്ക് ഇഷ്യൂ അല്ലേ? that with the second exercise, കട്ടാകുന്നുണ്ട് അല്ലേ? Vastrika. The bellows breathing. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഐ തിങ്ക് നെറ്റ്വർക്ക് ഇവിടെ മഴയും ഇതൊക്കെ ആയിട്ട് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഭസ്ത്രിക എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് ലൈവായിട്ട് തന്നെ ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ വയറ് പുറത്തേക്ക് വരണം, ബലൂൺ പോലെ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് ചുരുങ്ങണം. ഓക്കെ, ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലേക്ക് വയറ് പോകണം. ഓക്കെ, പിന്നെ ഭസ്ത്രികയിൽ നമ്മൾ എന്താ ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ കൈകൾ ഇങ്ങനെ വെച്ച് ഷോൾഡർ ലെങ്ത്തിൽ വെച്ചിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ കൈ മേലോട്ടും, ബ്രീത്ത് ഔട്ട് എന്ന് പറയുമ്പോൾ കൈ താഴോട്ടും. ഓക്കെ, നല്ല ഫോഴ്സിൽ ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്യുന്നതിനെയാണ് ഭസ്ത്രിക ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. നല്ല ഡീപ്പ് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ട് എടുക്കുക. എന്നിട്ട് ബ്രീത്ത് ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്. എന്നിട്ട് റിലാക്സ് ചെയ്യാം. റിലാക്സ് ചെയ്യുമ്പോൾ കൈകൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ തൊടയുടെ മേലെ വെക്കാം. ഈ ഒരു സംഭവം നമ്മൾ അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യമെങ്കിലും ചെയ്യാം, 2 സെറ്റ് ആയിട്ടെങ്കിലും ചെയ്യാം. ഒന്നും കൂടി ചെയ്താലോ? കൈകൾ സ്ട്രെയിറ്റ് ഇങ്ങനെ ചുരുട്ടി വെക്കുക, മേലോട്ട് പോകുമ്പോൾ ഓപ്പൺ, താഴോട്ട് വരുമ്പോൾ ഇങ്ങനെ ചുരുട്ടണം. ഓക്കെ, ബ്രീത്തിനും ബ്രീത്ത് ഔട്ട് എടുക്കുക. ബ്രീത്ത് ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്. റിലാക്സ്. ഓക്കെ, ഇതിനാണ് നമ്മൾ ഭസ്ത്രിക എന്ന് പറയുന്നത്. നല്ല ഫോഴ്സ്ഫുള്ളി ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്യേണ്ട ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ലാഫിങ്ങും കൂടി കഴിഞ്ഞിട്ട്
നമുക്ക് നമ്മളുടെ എക്സസൈസിലേക്ക് കടക്കാം കേട്ടോ. ലാഫ്റ്റർ നമുക്ക് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷെ എനിക്ക് ഇപ്പൊ ഒന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ലാഫ്റ്റർ ചെയ്തുകൊണ്ട് നമുക്ക് എക്സസൈസിലേക്ക് പോവാം സന്തോഷത്തോടെ. പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കട്ടെ. കേൾക്കുന്നുണ്ടോ? My name is Linda Leclerc, and I'm the കേൾക്കുന്നുണ്ടോ? founder of the Canadian School of Laughter Yoga and of the Haha Sisterhood, a community of women laughing intentionally. Today, we're going to do together 3 exercises. Why laughing? Because we're going to boost our energy, we are going to boost our immune system, and we're going to change the way we feel. This is really, really effective. We will do laughter exercises because no matter if I laugh for real or if I pretend or act like it's very funny, my body doesn't know the difference. So I'm going to feel differently about things. This is key because even if I pretend, my body doesn't know. Yes. So the first thing we're going to be doing is smile, but we're going to exaggerate it a bit and keep smiling അപ്പൊ for at എല്ലാവരും least നമ്മളെ 1 ലിൻഡ minute ചേച്ചി until you പറയുന്നത് feel പോലെ your body is ചിരിക്കുക. ഓക്കെ, starting to relax. It's done like this. ഈ ഒരു സമയത്തെ മാക്സിമം എല്ലാവരും വീഡിയോയിൽ വന്ന് ഓഡിയോ ഒക്കെ മാറ്റി സൗണ്ടോട് കൂടി തന്നെ ചിരിക്കുക. ഓക്കെ. See, stretch it. Very good. You're going to feel this. Second exercise, we're going to do the cell phone laughter. So imagine that this is a beautiful cell phone and someone is calling you and telling you something that's so funny. You're laughing like this. Oh, no. Very good. Third exercise, they have been recommending us that we wash our hands every day very carefully for at least 20 seconds. So we're going to do this together with laughter. So you have your soap, you have the water. Let's do this together and start. Very good. So even if you were just pretending to be laughing, even if you just laughed physically, you brought in more oxygen in your body, in your brain, your lungs got activated, you activated your diaphragm. It's like everything in your body got activated. You probably feel way better than what you felt when you started. So അപ്പൊ അതാണ് I encourage you to add നമ്മുടെ ലാഫ്റ്റർ തെറാപ്പി. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് നമ്മളെ എക്സസൈസിലേക്കാണ്.